നമുക്കിന്ന് നമ്മുടെ കിച്ചണിൽ ഓറഞ്ച് കൊണ്ട് നല്ലൊരു വൈൻ തയ്യാറാക്കാം. 3 ദിവസം കൊണ്ട് തന്നെ നമുക്ക് വൈൻ ഊറ്റാം. ഈസി ആയിട്ട് തയ്യാറാക്കാം. ഓറഞ്ച് സീസണിൽ നമുക്ക് ഓറഞ്ച് കൊണ്ടുള്ള വൈൻ തയ്യാറാക്കാം. അതിനുവേണ്ടി 1 കിലോ ഓറഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. 1 കിലോ ഓറഞ്ചിന് 750 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. കറുവാപ്പട്ട ചെറിയൊരു കഷ്ണം, പിന്നെ ഗ്രാമ്പു 3 എണ്ണം. അതൊന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഈസ്റ്റ് 1 ടീസ്പൂൺ. നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് നമുക്ക് നാരങ്ങയുടെ ജ്യൂസ് തയ്യാറാക്കാം. അതിന് വേണ്ടി നമ്മൾ തൊണ്ട് കളഞ്ഞ് നാരങ്ങകൾ, നല്ല മധുരമുള്ള ഓറഞ്ചിന്, അപ്പോൾ നമുക്ക് തൊണ്ട് ഞാരൊക്കെ കളഞ്ഞ് നമുക്ക് അല്ലി തിരിച്ചിടാം. അപ്പോൾ കുരു അടിഞ്ഞു കഴിഞ്ഞാൽ ഒരു കയ്പ്പ് വരും. അങ്ങനെ അടിയാണ്ട് നമുക്ക് ഇതൊന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ 1 കിലോ നാരങ്ങ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതുപോലെ അല്ലി തിരിച്ച് മിക്സിയിൽ ജാറിലിട്ട് അടിച്ചു കൊണ്ടുവരാം. ഇത് നമുക്ക് നല്ലോണം ജ്യൂസ് ആക്കിയിട്ട് കൊണ്ടുവരാം. കുരു അടിയാണ്ട് ശ്രദ്ധിക്കണം. മിക്സിയിൽ അടിച്ചിട്ടുണ്ട്, പിന്നെ കുരു അടിഞ്ഞിട്ടില്ല. അത് നമുക്ക് ഒരു അരിപ്പെടുത്തിട്ട് അരിക്കാം. നമ്മൾ നല്ലോണം അതേ കണ്ടില്ലേ, കുരുവൊക്കെ അടിയാണ്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ജ്യൂസ് എടുത്തിട്ടുണ്ട് നമ്മൾ വൈൻ കെട്ടണം. അപ്പോൾ ഇതിൻ്റെ ജ്യൂസൊക്കെ നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ ജ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആ കുരു മാറ്റി അല്ലിയായിട്ടും കിട്ടാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞാൽ അരിക്കേണ്ട വലിയ ആവശ്യം വരില്ലേ, കൊറ്റനൊക്കെ മാറ്റി കഴിഞ്ഞാൽ. അപ്പം നമ്മുടെ ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. പട്ട ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. അതുപോലെ തന്നെ ഗ്രാമ്പും. പെട്ടെന്ന് സ്പൈസസിൻ്റെ ടേസ്റ്റ് വൈനിക്ക് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് വൈൻ കിട്ടുമ്പോൾ ചേർക്കാം. ചൂടുവെള്ളം കൊണ്ട് കഴുകി നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കി കുപ്പിനത്. ഒരു വിധത്തിൽ നമ്മൾ തണുത്ത വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മുടെ അടിച്ചു വെച്ച ഓറഞ്ച് ജ്യൂസ് ചേർക്കാം. പിന്നെ സ്പൈസസ് നമ്മൾ ഒന്ന് ചെറിയ അമ്മിക്കുഴയിൽ ചതച്ചെടുത്ത സ്പൈസസും ചേർക്കാം. പിന്നെ പഞ്ചസാര. ഗോതമ്പ് ഞാൻ ചേർക്കണില്ല, അപ്പോൾ വീര്യം കൂടും. ഈസ്റ്റ്, ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റിന് 1/2 സ്പൂണോളം ചേർക്കണം. തിളപ്പിച്ചാറിയ വെള്ളം നമുക്ക് ചേർക്കാം. 2 ലിറ്ററോളം ചേർക്കാം നമുക്ക്. ഇതുപോലത്തെ ഒരു മരത്തവി കൊണ്ടാണ് ഇളക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഭരണിയിൽ സാധാരണ ഇതുകൊണ്ടാണ് വൈൻ കിട്ടുമ്പോൾ ഇളക്കാറ്. ഇതിപ്പോൾ ഇതിലേക്ക് കടക്കാത്ത കാരണം ഇതിൻ്റെ കടഭാഗം കൊണ്ട് ഇളക്കാം. അങ്ങനെ നല്ലോണം പഞ്ചസാര ഇങ്ങനെ ഇളക്കി അലിയിപ്പിക്കണം. അങ്ങനെ 3 ദിവസം നമ്മൾ ഇതുപോലെ വൈൻ ഇങ്ങനെ ഇളക്കണം. ഒരേ സൈഡിലേക്കായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ പഞ്ചസാരയൊക്കെ ഈസ്റ്റും കൂടി യോജിച്ച് ഫെർമെൻ്റ് ആയിക്കോളും. ഇതിങ്ങനെ ഒരു 3 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഊറ്റി കുപ്പിയിലേക്ക് ആക്കി കഴിഞ്ഞ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അത് എത്രത്തോളം ഇരിക്കുകയെന്ന് വെച്ചാൽ അത്രത്തോളം വൈൻ്റെ ഗുണം കിട്ടും. ഇത് കണ്ടില്ലേ. ഇനി നമുക്ക് എല്ലാ ദിവസവും ഒരേ സമയത്ത് നമ്മൾ ഇളക്കാൻ ശ്രദ്ധിക്കണം. ഇതിന് ശേഷം നമ്മൾ മൂടിയെ വെച്ചിട്ട് ഇതുപോലെ തന്നെ മൂടണം. നല്ല ടൈറ്റായിട്ട് മൂടരുത്, ഒന്ന് ലൂസാക്കണം. കണ്ടില്ല ഇത്. എന്നിട്ട് ഒരു തുണി വെച്ചിട്ട് കെട്ടാം. ഇനി നമുക്കൊരു തുണി വെച്ച് മൂടിയിട്ട് ഇതുപോലെ ഒരു ചരട് വെച്ച് കെട്ടി ഇരുട്ടുള്ള സ്ഥലത്ത് വയ്ക്കാം. സൂര്യപ്രകാശം തീരെ കൊള്ളാൻ പാടില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ അടുക്കളയിൽ കബേഡിൻ്റെ ഉള്ളിൽ വയ്ക്കാം. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ഒരേ സമയത്ത് ഇളക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് 3ൻ്റെ അന്ന് നമുക്ക് എടുക്കാം. എല്ലാ ദിവസവും രാത്രി വേണം ഇളക്കാനായിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഈസ്റ്റും പഞ്ചസാരയും കൂടി ഫെർമെൻറ്റേഷൻ നടക്കുമ്പോൾ പെട്ടെന്ന് ചെറിയ ജീവികൾ അതിൽ കയറും. അപ്പോൾ നമ്മൾ തുറന്ന് ഇളക്കി അപ്പം തന്നെ മൂടി കെട്ടണം. നമുക്കിനി ഇത് ഒരു ഡാർക്ക് സ്ഥലത്ത് എടുത്ത് വയ്ക്കാം. ഇത് നമ്മുടെ ഓറഞ്ച് വൈൻ എല്ലാ ദിവസവും ഇങ്ങനെ ഇളക്കിയിരുന്നു. ഇതിപ്പോൾ ഞാൻ 3ൻ്റെ അന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് മധുരക്കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 3-4 ടീസ്പൂണോളം മധുരം ഇട്ടു. എന്നിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഇളക്കിയിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മളിത് ഇളക്കണം. ഒരേ നേരത്തെ ഇളക്കാൻ ശ്രദ്ധിക്കണം. 1 മിനിറ്റോളം അങ്ങനെ ഇളക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ വേഗം ഇത് പഴയ പോലെ തന്നെ അടപ്പ് വെച്ച് ഇങ്ങനെ കെട്ടി വെക്കണം.
ഇത് നമ്മളൊരു ഇരുട്ടുള്ള സ്ഥലത്ത് മാറ്റി വയ്ക്കണം. അപ്പം നമ്മൾ 3 ദിവസം കൊണ്ട് ഓറഞ്ചിൻ്റെ വൈൻ നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് 3 ദിവസമായി. നമുക്കിത് ഊറ്റാം. ഇത് നല്ല ഫെർമെൻറ്റേഷനൊക്കെ കഴിഞ്ഞ് നല്ല വൈനായിട്ടുണ്ട്. നമുക്കിതിൻ്റെ തുണി ഊരി പിന്നെ നമുക്ക് കവർ ഊരാം. എല്ലാ ദിവസവും ഞാൻ ഇളക്കിയിരുന്നു. ഇനിയിപ്പം നമ്മൾ നല്ലൊരു അരിപ്പെടുക്കുക, വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് അരിപ്പെടുക്കുക. അതുപോലെ പോണിയും ഇതിങ്ങനെ വെച്ച് നമുക്ക് ഊറ്റാം. അപ്പം ഞാൻ ഇളക്കാണ്ട് ഊറ്റണം. അപ്പം മട്ട് അടിയിൽ അടിഞ്ഞോളും അതിൻ്റെ. കണ്ട കുപ്പി നോക്കുമ്പോൾ കാണാം മട്ട്, കണ്ടില്ലേ? അടിയിൽ മട്ട് കണ്ട. തീരെ അനക്കാണ്ടായിട്ട് ഊറ്റണം. അപ്പം പിന്നെ മട്ട് കറക്റ്റായിട്ട് കാണാം, അടിഞ്ഞു കിടന്നോളും. മട്ടാവുമ്പോൾ നിർത്താം. കണ്ടില്ലേ? ഇത് മട്ടണ് ഇത് എടുക്കേണ്ട കാര്യമില്ല. ഇത് തെളി മാത്രം എടുത്താൽ മതി. ലോണം കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയ കുപ്പിനെ അതിലേക്ക് നമുക്ക് പകർത്താം. ഇത് കാർക്ക് നല്ല ലൂസായിട്ട് ഇടാം. 10 ദിവസത്തോളം ഇങ്ങനെ തെളിയാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലിയർ വൈനായിട്ട് കിട്ടും. ഇത് ഞാൻ ഇപ്പോൾ ഊറ്റി അന്ന് തന്നെയാണ് ഒഴിക്കുന്നത്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.